കോമ്പസ് ഉണ്ടോ? കോമ്പസ് ഉണ്ടെങ്കിൽ പണി ഭയങ്കര എളുപ്പമാണ്. ഞാൻ വലിയ കാര്യത്തിൽ എൻ്റെ ബുക്കും പെന്നും പെൻസിലും ഒക്കെ എടുത്ത് വരയ്ക്കാനിരുന്നു. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്, എൻ്റെ കയ്യിൽ കോമ്പസ് ഇല്ല. സാരമില്ല, ഇവിടെ ടിപ്സ് ആൻഡ് ട്രിക്സും പറഞ്ഞു തരുന്ന സ്ഥലമാണ്. കോമ്പസ് ഇല്ലെങ്കിൽ നമുക്കെങ്ങനെ സർക്കിൾസ് വരയ്ക്കാമെന്ന് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഞാൻ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്ത് ബോർഡറൊക്കെ ഇട്ട് ഇതുപോലെ പേപ്പർ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് വേണ്ട മെഷർമെൻറ്റിൽ ഹോൾസ് ഇട്ട് ഇതുപോലെ സെൻറ്റർ ഫേം ചെയ്ത് പിടിച്ച് നമുക്ക് വേണ്ട അതേ മെഷർമെൻറ്റിൽ നമുക്ക് ഇതുപോലെ സർക്കിൾസ് വരച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ പാറ്റേൺ വരച്ച് കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് സർക്കിളിൻ്റെ മേളിൽ നിന്ന് ഇതുപോലെ നമ്മൾ സെൻറ്ററിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. രണ്ടാമത്തെ ലൈൻ മേളിൽ നിന്ന് സർക്കിളിൽ മുട്ടിക്കുക. ഫസ്റ്റ് ലൈൻ ഇത് താഴോട്ട് പോകുന്നു. സെക്കൻഡ് ലൈൻ മേളിലത്തെ പോർഷനിൽ നിന്ന് സർക്കിളിൽ ജോയിൻ ചെയ്യുന്നു. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ. നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ ഈ മാർക്കർ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ ഇതുപോലെ പെൻസിൽ വെച്ച് ഫുൾ വരച്ചതിന് ശേഷം ഇതുപോലെ മാർക്കർ വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ സർക്കിൾസിലും ഇതേപോലെ പാറ്റേൺ വരച്ച് നമ്മൾ ഫുൾ ഫില്ല് ചെയ്യുവാണ്. അതിനുശേഷം നമ്മൾ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. ആ ലൈൻസ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്, ഫുൾ കംപ്ലീറ്റ് ലൈനല്ല. ഓക്കെ, ഇത് ഇതുപോലെ. അപ്പോൾ നമുക്ക് നല്ലൊരു പാറ്റേൺ കിട്ടും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് നിർത്താം. ഈ ബ്ലൂ കൊടുക്കുന്ന സ്ഥാനത്ത് നമ്മൾ പെൻസിൽ ഷെയ്ഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. കളേഴ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 കോൺട്രാസ്റ്റ് കളേഴ്സ് ബ്ലൂ ഗ്രീൻ കൊടുക്കാം. ബ്ലൂ യെല്ലോ ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് യെല്ലോ കൊടുക്കാം, ഓറഞ്ച് ഗ്രീൻ കൊടുക്കാം, ഓറഞ്ച് വയലറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ബ്ലൂവും യെല്ലോയുമാണ് കൊടുക്കുന്നത്. ഇത് ഫുൾ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്കിതുപോലെ പാറ്റേൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഭയങ്കര സിമ്പിളാണ്. പിന്നെ നമ്മൾ എന്തും കൂടെ പഠിച്ചു, കോമ്പസ് ഇല്ലാതെ സർക്കിൾസ് വരയ്ക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.